നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സ്കിന്നിന് എപ്പോഴും ബെറ്റർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടതും കഴിയുന്നതും എല്ലാം നമ്മൾ മുഖത്ത് വരുത്തിയിരിക്കും. ഈവൻ ഇപ്പോൾ ചില നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആണെങ്കിലും അതിലധികവും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിന്നിന് സേഫ് ആണ് എന്നുള്ളതല്ല. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന നാരങ്ങയും അതുപോലെ തന്നെ സിനമണൊക്കെ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടെ സൺബേൺ ഉണ്ടാക്കാനുള്ള കാരണം അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി കാരണമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചില ഇൻഗ്രീഡിയൻസ്, അതായത് ലെമൺ ജ്യൂസ്, ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ പോർസ് അടച്ചിട്ട് അതുപോലെ നിങ്ങളുടെ സ്കിന്നിന് പിമ്പിൾസും ആക്നെയൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാണ്. പക്ഷേ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിന് മോർ എഫക്റ്റീവാണ്. അതായത് ലാബിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതൊക്കെ നാച്ചുറൽ കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിന് നല്ല എഫക്റ്റീവാണ്. സിന്തറ്റിക് ഇൻഗ്രീഡിയൻസിന് കുറച്ച് എക്സാമ്പിളാണ് ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഡെറിവേറ്റീവ്സും സാലിസിലിക് ആസിഡൊക്കെ ആക്നെ കുറയ്ക്കാനായിട്ട് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ബാഡ് അല്ല, പക്ഷേ എന്നിരുന്നാലും നാച്ചുറൽ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ സ്യൂട്ടാവും അല്ലെങ്കിൽ സേഫ് ആണ് എന്നുള്ളതുമല്ല. അതുപോലെ സ്കിന്നിനെ സേഫ് ആയിട്ടുള്ള കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അലോവേര, ഹണി, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്, ജോജോബ ഓയിൽ, റോസ് ഹിപ്പ് ഓയിൽ, ടർമറിക്, കുക്കുംബർ പോലുള്ള ഇൻഗ്രീഡിയൻസ്. പക്ഷേ എപ്പോൾ എന്ത് ഉപയോഗിച്ചാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.